ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് ശാസ്ത്രം, സാങ്കേതികവിദ്യ, വ്യവസായം എന്നിവയുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള 7ാം വട്ട ചർച്ച അവസാനിച്ചു. തീരുമാനം അടുത്ത ചർച്ചയിലുണ്ടാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി. കേരളത്തിൽ ഇന്ന് 3021 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 9.02%. ഇന്ത്യയുടെ കോവിഡ് മരണനിരക്ക് ആഗോളതലത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ത്രിദിന സന്ദർശനത്തിനായി നാളെ ശ്രീലങ്കയിലേക്ക്. വാർത്തകൾ വിശദമായി. കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ധനവിലയിലും വലിയ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡാണ് വാതക വിതരണ പദ്ധതി നടപ്പാക്കുന്നത്. 450 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈനിലൂടെ കൊച്ചി ടെർമിനലിൽ നിന്നുള്ള വാതകം എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ വഴി മംഗലാപുരത്തെത്തും. 1000 കോടി രൂപയുടെ വരുമാനമാണ് പദ്ധതിയിലൂടെ കേരളം പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കർണാടക ഗവർണർ വാജുഭായ് വാല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഗുണനിലവാരവും വിശ്വാസ്യതയും ബ്രാൻഡ് ഇന്ത്യയുടെ നെടുംതൂണാവണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ മെട്രോളജി സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും നേട്ടങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് തുടക്കമിടുന്ന അവസരത്തിൽ രാജ്യം എല്ലാ ശാസ്ത്രജ്ഞരോടും സാങ്കേതിക വിദഗ്ധരോടും കടപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ. വ്യവസായവും സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള NDA സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നിരവധി ലോക പ്രശസ്ത ഗവേഷണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് കാരണമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നിരന്തര പരിശ്രമം കൊണ്ട് ആഗോള ഇന്നവേഷൻ റാങ്കിങ്ങിലെ മികച്ച 50 രാജ്യങ്ങളിൽ സ്ഥാനം പിടിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. CSIRഉം രാജ്യത്തെ മറ്റ് ശാസ്ത്ര സ്ഥാപനങ്ങളും ചേർന്ന് COVID-19 എന്ന ആഗോള മഹാമാരിക്ക് ഇന്ന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. കോവിഡ് കാലത്തെ അനുഭവങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളുമായി പങ്കുവയ്ക്കണമെന്ന് പ്രധാനമന്ത്രി CSIR ശാസ്ത്രജ്ഞരോട് അഭ്യർത്ഥിച്ചു. പുതിയ വെല്ലുവിളികളും ലക്ഷ്യങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സമീപനത്തിൽ നിന്ന് ഉപഭോക്തൃ അധിഷ്ഠിത രീതികളിലേക്ക് രാജ്യം നീങ്ങുകയാണ്. അതിനാൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് ലോകവ്യാപകമായി ലഭിക്കുന്ന സ്വീകാര്യത രാജ്യത്തെ ചെറുകിട ഇടത്തരം മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതൊരു രാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് ശാസ്ത്രം, സാങ്കേതികവിദ്യ, വ്യവസായം എന്നിവയുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും ശ്രീ മോദി ഓർമ്മപ്പെടുത്തി. ദേശീയ പരിസ്ഥിതി സ്റ്റാൻഡേർഡ് ലബോറട്ടറിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ച പ്രധാനമന്ത്രി ദേശീയ ആറ്റോമിക് ടൈം സ്കെയിലും ഭാരതീയ നിർദ്ദേശക് ദ്രവ്യയും രാജ്യത്തിന് സമർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള 7ാം വട്ട ചർച്ച അവസാനിച്ചു. തീരുമാനം അടുത്ത ചർച്ചയിലുണ്ടാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഈ മാസം 8-ന് അടുത്ത വട്ട ചർച്ച നടത്താനാണ് തീരുമാനം. കോവിഡ് വാക്സിനുകൾക്ക് അനുമതി നൽകിയ നടപടിയെ ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു പ്രശംസിച്ചു. വാക്സിൻ പ്രഖ്യാപനത്തോടെ ശാസ്ത്രമേഖലയിലുണ്ടാകുന്ന ഇന്ത്യയുടെ കുതിപ്പ് സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് മുഴുവനായും ഇത് ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.19% ഉയർന്നു. 1 കോടിയോളം കോവിഡ് ബാധിതരാണ് രാജ്യത്ത് ഇതുവരെ രോഗമുക്തരായത്. നിലവിൽ 2,43,000 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ആകെയുള്ള കോവിഡ് ബാധിതരുടെ 2.36% മാത്രമാണ് ഇത്. ഇന്ത്യയുടെ മരണനിരക്കായ 1.45% ആഗോളതലത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 38 രോഗികളുമായി അടുത്ത് ഇടപഴകിയവരെ ക്വാറന്റൈനിൽ ആക്കിയിരിക്കുകയാണെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.
കേരളത്തിൽ ഇന്ന് 3021 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5145 പേർ രോഗമുക്തി നേടി. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 63,135ആയി. 9.02% രോഗസ്ഥിരീകരണ നിരക്ക്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 52 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. യുകെയിൽ നിന്നും വന്ന 2 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചെങ്കിലും ജനിതക വകഭേദം വന്ന വൈറസിനെ കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ത്രിദിന സന്ദർശനത്തിനായി നാളെ ശ്രീലങ്കയിലേക്ക് തിരിക്കും. ശ്രീലങ്കയിലെ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ശ്രീ ജയശങ്കറിന്റെ 2021 ആദ്യ വിദേശ സന്ദർശനമാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് ഡിജി ലോക്കർ സംവിധാനം നടപ്പാക്കിയതിന്റെ പുരോഗതി അറിയിക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. പരിമിതമായ സർക്കാർ പരമാവധി ഭരണനിർവഹണം എന്ന കാഴ്ചപ്പാടിലേക്ക് സർക്കാർ നീങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സാധിക്കും. രേഖകൾ പരിശോധിക്കുന്നതിന് എല്ലാ സംവിധാനങ്ങളെയും ഈ മാസം 1 മുതൽ ഡിജിറ്റൽ ലോക്കറിലേക്ക് സംയോജിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതായും ശ്രീ പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു. ഇന്ത്യയിലുടനീളം യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഗൂഗിളുമായി ചേർന്ന് സർക്കാർ ഗൂഗിൾ വിനോദസഞ്ചാര ഭൂപടം വികസിപ്പിക്കുകയാണെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ. ആളുകൾ കടന്നു ചെന്നിട്ടില്ലാത്ത രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി കേന്ദ്രം പ്രയത്നിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടത്തില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സത്യബ്രത സാഹു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി 4 ലക്ഷം ഉദ്യോഗസ്ഥരെയാണ് ഉൾപ്പെടുത്തുന്നതെന്നും അദ്ദേഹം ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കോവിഡ് സ്ഥിതിഗതികൾ പരിഗണിച്ച് 30,000 പോളിംഗ് ബൂത്തുകൾ അധികമായി സജ്ജീകരിക്കേണ്ടി വരും. കരട് വോട്ടർ പട്ടിക ഈ മാസം 20-ന് പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ബീഹാറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തുറന്നു. 9ാം ക്ലാസ് മുതൽ കോളേജ് വരെയുള്ള ക്ലാസുകളും മറ്റ് കോച്ചിംഗ് സ്ഥാപനങ്ങളുമാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തനം പുനരാരംഭിച്ചത്. 50% വിദ്യാർത്ഥികളെ മാത്രമാണ് ക്ലാസുകളിൽ പ്രവേശിപ്പിക്കാൻ അനുവാദമുള്ളൂ. മഹാരാഷ്ട്രയിലും കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് ചില ജില്ലകളിൽ സ്കൂളുകൾ തുറന്നു. പൂനെ, നാസിക്, ഔറംഗാബാദ്, പാൽഗർ എന്നീ ജില്ലകളിലെ സ്കൂളുകളാണ് 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി തുറന്നത്. വൈദ്യുതി വിതരണ സംവിധാനത്തിന്റെ ആധുനികവൽക്കരണത്തിന് $100 ദശലക്ഷം വായ്പാ കരാറിൽ ഇന്ത്യയും ഏഷ്യൻ വികസന ബാങ്കും ഒപ്പുവച്ചു. കർണാടകയിലെ ബംഗളൂരു നഗരത്തിൽ ഗുണമേന്മയുള്ള വൈദ്യുതി വിതരണത്തിനായിരിക്കും തുക വിനിയോഗിക്കുന്നത്. ധനമന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ CS മോഹപത്രയും ADB പ്രതിനിധിയുമാണ് കരാറിൽ ഒപ്പുവച്ചത്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കശ്മീരിലെയും ലഡാക്കിലെയും ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് പങ്കജ് മിത്തൽ സത്യപ്രതിജ്ഞ ചെയ്തു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിലവിലെ ചീഫ് ജസ്റ്റിസ് ഗീതാ മിത്തൽ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ശ്രീ പങ്കജ് മിത്തൽ സ്ഥാനമേറ്റത്. കേരളത്തിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. H5N8 വിഭാഗത്തിൽപ്പെട്ട വൈറസ് ബാധയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗം അടിയന്തരമായി നിയന്ത്രിക്കുന്നതിന് ആലപ്പുഴ ജില്ലാ കളക്ടർ A. അലക്സാണ്ടറുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FC ഹൈദരാബാദുമായി ഏറ്റുമുട്ടുന്നു. പോയിന്റ് പട്ടികയിൽ ചെന്നൈയിൻ FC നിലവിൽ 7ാം സ്ഥാനത്തും ഹൈദരാബാദ് 8ാം സ്ഥാനത്തുമാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 2 ജയം മാത്രം നേടാനായ ഇരു ടീമുകൾക്കും ഇന്നത്തെ വിജയം അനിവാര്യമാണ്. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 308 പോയിന്റ് നേട്ടത്തിൽ 48,178-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 114 പോയിന്റ് ഉയർന്ന് 14,133-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 37,840 രൂപയും ഗ്രാമിന് 40 രൂപ കൂടി 4,730 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് ശാസ്ത്രം, സാങ്കേതികവിദ്യ, വ്യവസായം എന്നിവയുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള 7ാം വട്ട ചർച്ച അവസാനിച്ചു. തീരുമാനം അടുത്ത ചർച്ചയിലുണ്ടാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി. കേരളത്തിൽ ഇന്ന് 3021 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 9.02%. ഇന്ത്യയുടെ കോവിഡ് മരണനിരക്ക് ആഗോളതലത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ത്രിദിന സന്ദർശനത്തിനായി നാളെ ശ്രീലങ്കയിലേക്ക്.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.